ഈ കാൻസർ കമ്മിറ്റി വന്നാൽ നിങ്ങൾക്ക് ആ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, എന്താ ചെയ്യണം എന്നുള്ള ഒരു പൂർണ്ണമായ രൂപരേഖ കിട്ടും. വരുന്നവര് എന്തായാലും ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയും. 100% ഭാഗ്യവാന്മാരായിരിക്കും ക്യാൻസർ. ഹായ്, നോബിൾ സർ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. നമ്മുടെ ഈ ഒരു ഹോൾ ഓഫ് ഫെയിം ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഓരോ മെമ്പേഴ്സും എത്തി അവരുടെ ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുമ്പോൾ അത് പരസ്പരം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാംസ് ചെയ്യുന്നത്. നമുക്കൊന്ന് സംസാരിച്ച് തുടങ്ങാം. സാറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു കാൽസോളിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ബിസിനസ്സാണ് ചെയ്തിരുന്നത്, എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയത്? ഞാൻ ഈ ഓക്കെ സർ, താങ്ക് യു സർ. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്നത് ഒരു ജൂൺ 2023 ആണ്. ജൂൺ മാസമാണ് 2023 ഞാൻ ഈ കമ്മ്യൂണിറ്റി വരുന്നത്. അതിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ്, KSFയുടെ ഏജൻസി എനിക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇൻഷുറൻസ് തന്നെ മെഡിക്ലെയിം ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ടീച്ചറും കൂടെ ഒക്കെ ആയിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു കൺട്രോൾ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം വലുതായിരുന്നു. അപ്പൊ എല്ലാം കൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതിനിടയ്ക്ക് ഒരുപാട് സ്റ്റാഫ് വരുമായിരുന്നു. മാറി മാറിയുള്ള സ്റ്റാഫ് ഒരുപാട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. അവര് വന്നാൽ നിൽക്കില്ല. നമുക്ക് അവര് നിന്ന് വരുമ്പോഴത്തേക്ക് അവരങ്ങ് പോയിക്കളയും. അല്ലെങ്കിൽ അപ്പുറത്താരെങ്കിലും ക്യാൻവാസ് ചെയ്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോട്ടോ ഫേമിലോട്ടോ അവർ പോകുമായിരുന്നു. അപ്പൊ എനിക്ക് അവരത് പിടിച്ചു നിർത്താൻ, അവർക്ക് നിന്നിരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് പ്രേരണ കിട്ടുമായിരുന്നു. പക്ഷെ അവരത് അതിനുള്ള ക്ഷമ അവർ കാണിക്കില്ല. കാര്യം നമ്മുടെ വരുന്നോണ്ട് പറയുന്നല്ല, എന്നോട് നിന്നാൽ ഞാനത് എത്രത്തോളം സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്, ആഗ്രഹമുള്ളതാണ്. പക്ഷെ അവർക്കത് കണ്ടെത്താൻ പറ്റിയില്ല. അവര് എറണാകുളത്ത് ഒരു പ്രത്യേക സിറ്റുവേഷനാണ്. അവര് ഒരുപാട് ആൾക്കാരുള്ള പല ഇപ്പം ബോംബെ പോലെ ഒരുപാട് എല്ലാ ആൾക്കാരും ഉള്ളൊരു സ്ഥലമാണ് എറണാകുളം. അപ്പൊ അവരൊക്കെ ആ ഒരു വിശ്വാസമായിട്ട് അവർ നിൽക്കത്തില്ല. അപ്പൊ നമ്മളത് പറയുന്ന അവർക്കത് മനസ്സിലാവില്ല എന്താ സംസാരിക്കുന്നത്. അവരൊക്കെ അത് കറക്റ്റായിട്ടാണോ ആത്മാർത്ഥമായിട്ടാണോ പറയുന്ന പോലെ അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് ഞാനിങ്ങനെ പലപ്പോഴും അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം, ഒരുപാട് ഏജൻസി പോയിട്ടുണ്ട്, പലയിടത്തും പോയിട്ടുണ്ട്, കുറച്ചു വിധം പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറൊക്കെ ഞാൻ 18-20 വയസ്സുള്ളപ്പോൾ തന്നെ പഠിക്കണം ആഗ്രഹിച്ച മനുഷ്യനാണ്. പക്ഷെ ഇതിങ്ങനെ എന്തോ തട്ടി മാറി വർഷങ്ങൾ പോയി. ഇപ്പൊ 21 വയസ്സാവും ഞാൻ ബിസിനസ്സിൽ വന്നു. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറേ ഉണ്ട്. എങ്കിലും ഞാനത് ജസ്റ്റ് സാർ ചോദിക്കുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞു. അതെ സാറേ, ഇതിലേക്ക് എത്തുന്നത് എങ്ങനെയാണോ? വെബിനാറിലാണോ? ഇപ്പോൾ സാറ് സ്റ്റാഫ് മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടുന്ന സമയത്താണ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതെന്ന് പറയുന്നു. വെബിനാറിലൂടെയാണോ, എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? അഡ്വർടൈസിങ്സ് കണ്ടിട്ടായിരുന്നു? എങ്ങനെയാ കാൽസോറിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് ഈ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇത് പഠിക്കണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഒരു വെബിനാറിന്റെ ഇതൊരു സാറിന്റെ ഒരു വെബിനാറിന്റെ യൂട്യൂബിൽ തന്നെ കണ്ടു. അപ്പൊ തന്നെ ഞാനത് നോട്ട് ചെയ്തു. ആ ദിവസം തന്നെ കയറി, അന്ന് തന്നെ പേയ്മെന്റ് ചെയ്തു. എനിക്ക് എന്തോ അത്രയും വിശ്വാസമായി. ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് സാറിന് അത്ര ട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം ഒരുപാട് ആൾക്കാരുടെ സംസാര രീതികളും ഒരുപാട് ആൾക്കാരുടെ അവരുടെ ഒരു ആക്ടിവിറ്റി ഒക്കെ ഒന്നും എനിക്ക് അത്ര ചേർന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഇത് ഒരു ദൈവികത പോലെ സാറിനെ കണ്ടു വന്നു കീഴടക്കി എന്ന് പറയുന്നത്. സാറിന് മീറ്റിംഗ് വന്നു, ഞാൻ കേട്ടു, ഞാൻ കീഴടങ്ങി. കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം സാർ എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുത്തത്? അതായത് സ്റ്റാഫിന്റെ ഒക്കെ എണ്ണം ഇപ്പൊ നിലവിൽ സാർ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യത്യാസം വന്നത്? കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷമുള്ള മേജർ ആയിട്ടുള്ള വ്യത്യാസം എന്താണ് സാറിന്റെ ലൈഫിലും ബിസിനസ്സിലും ഉണ്ടായിട്ടുള്ളത്? ഞാൻ ഈ കമ്മ്യൂണിറ്റി വന്ന ശേഷം 2-3 സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. ആ സ്റ്റാഫിനെ കൂട്ടണം എടുക്കണം എന്നൊക്കെ ഒരുപാട് ചിന്താഗതി ഉണ്ടായിരുന്നു. കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ് കിട്ടും, അവർ കിട്ടും, ഇത് കിട്ടും, അവരിൽ നിന്നുള്ള ഇൻകം കിട്ടും, അവരെ കൊണ്ട് നമുക്ക് സർവീസ് ചെയ്തിട്ട് അവരിൽ നിന്ന് ഇൻകം ഉണ്ടാക്കി എടുക്കാന്നൊക്കെ ഉള്ള വലിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെറുതെ ഒരു സാറ് ഈ മീറ്റിംഗിലൊക്കെ വന്നതിന് ശേഷം അതൊക്കെ വെറും ചുമ്മാ പൊള്ളമായ കാര്യങ്ങളാണെന്ന് മനസ്സിലായി. അതിനകത്തൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. നമ്മൾ ഇത് പഠിച്ചെടുത്ത് ഇതിൽ കൂടെ തന്നെ നല്ല രീതിയിലൊരു ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായി. കാരണം ഞാൻ എല്ലാ മീറ്റിങ്ങിലും അറ്റൻഡ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴും അറ്റൻഡ് ചെയ്യുന്നുണ്ട് എല്ലാ മീറ്റിങ്ങിലും. ഒരു ദിവസം പോലും മീറ്റിങ്ങുകളും പോകാതെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റാഫിനെ കുറച്ചു. ഞാനിപ്പോ ഒരു 2 സ്റ്റാഫേ ഉള്ളൂ. ഒന്ന് KSFക്ക് ആ ഏജൻസി അയാളങ്ങ് പോയിക്കോളും, KSFയുടെ ഭാഗമായിട്ടൊന്ന് മാറിക്കോളും. പിന്നെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്, KC എന്ന് പറഞ്ഞ കുട്ടി. പിന്നെ നമ്മുടെ ഏഞ്ചലായിട്ട് വന്നൊരു കുട്ടി, അതിനെ ഞാൻ ആലിയത്തുണ്ടായിരുന്നു. ഓക്കെ, ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടിയാണ്. അപ്പൊ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ഒരാളെ ഉള്ളൂ, മതി എന്ന് മനസ്സിലാക്കുന്നു. പഠിക്കുക എന്നുള്ളതാണ്, ഇത് മെയിനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇതിന്റെ കംപ്ലീറ്റ് ഓട്ടോമേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാഫ് മതിയാവും. അല്ലെങ്കിൽ ഒരാളുടെ വേണ്ടി വന്നാൽ എടുക്കണം, ഇത്രയൊക്കെ ഉള്ളൂ.
അതെ, അതായത് നമ്മൾ നേരത്തെ ഒത്തിരി സ്റ്റാഫിനെ വെച്ചിട്ടൊക്കെ വർക്ക് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ ഈ ഒരു ഫ്രീഡം ബിസിനസ് മോഡലിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചുകൂടെ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കുക, പരമാവധി ഓട്ടോമേഷൻസ് ഉപയോഗിക്കുക, ഡിജിറ്റൽ ലീഡർഷിപ്പിലേക്ക്, ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരിക, ഇതൊക്കെയാണ് നമ്മുടെ ഈ കൾച്ചറിൽ പഠിപ്പിക്കുക. അപ്പോൾ സാറ് ഈ ഒരു വീഡിയോ കോൺഫിഡൻസിലേക്ക്, ശരിക്കും ഡിജിറ്റൽ ലീഡർഷിപ്പിലേക്ക് എത്തിയത് എങ്ങനെയാണ്? 10 ഡേയ്സ് വീഡിയോ ചലഞ്ച് ഒക്കെ സാറിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? 10 ഡേയ്സ് വീഡിയോ ചലഞ്ച് ഞാൻ ഫസ്റ്റ് റൗണ്ട് തന്നെ അത് കഴിക്കാൻ തന്നെ അത് തന്നെ ആ ജൂലൈ തന്നെ ഞാൻ ഫ്രീഡം ഫിനിഷ് എന്നുള്ള അവാർഡ് മേടിച്ചു. ആ 10 ദിവസം കൊണ്ട് തന്നെ ആ വീഡിയോ ചലഞ്ചിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പിന്നെ മനസ്സിലായി ഇത് വീഡിയോ നമ്മൾ ഇട്ടുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോ ഉള്ളതെന്നുള്ള ആ ഒരു ക്രൈസ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ വീഡിയോ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഇനി ഇടുന്നത് നല്ലതായിരിക്കണം. കാരണം ഈ വീഡിയോ എല്ലാം ആൾക്കാർ കാണുമല്ലോ. പിന്നെ നമ്മൾ ഇനി നല്ല ഇട്ടില്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ആൾട്ടിറ്റ്യൂഡും ഒക്കെ മാറിപ്പോകും. അതുകൊണ്ട് ഇനി നല്ല സ്ട്രോങ് ആക്കി ഇടണമെന്നുള്ള വിചാരിക്കുന്നത്, നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആലോചിക്കുന്നു. പണ്ടൊക്കെ ഞാനങ്ങ് ഇഷ്ടംപോലെ തുടക്കത്തില് സാറിനോട് 10 ഡേയ്സ് വീഡിയോ ചലഞ്ചിൽ കൂടെ തന്നെ ഒരുപാട് വീഡിയോ ഇടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് കുറച്ചു. ഇനി നല്ല നല്ല കണ്ടന്റ്സ് ഉള്ള, അല്ലെങ്കിൽ അതിന് വാല്യൂബിൾ ആയിട്ടുള്ള വീഡിയോ ഇടണമെന്നുള്ള ആഗ്രഹിക്കുന്നു. അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അതിനുള്ള കണ്ടന്റ്സ് എല്ലാം സാർ എനിക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്യും. എന്റെ 2-3 പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അതെല്ലാം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ. ഓക്കെ, വളരെ സന്തോഷം സർ. അപ്പോൾ ആ ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പിലേക്ക് വന്നതിന് ശേഷം കുറേ അധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. ഫൈനലി സർ, ഈ ഏത് സമയത്താണ് നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റിയുടെ ഡയമണ്ട്സിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാഹചര്യം വന്നത്? എങ്ങനെയായിരുന്നു അത്? ഞാൻ ജൂൺ മാസം ഞാൻ പറഞ്ഞു ജൂൺ ചേർന്ന കാര്യം വന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചേരണമെന്നുള്ള ആഗ്രഹം വന്നു. അപ്പൊ ഞാൻ സാറിനോട് പറയുകയും ചെയ്തു, സാർ ഇതിനൊക്കെ ഞാൻ ഡയമണ്ടിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ സാർ കുറച്ച് അതിന്റെ ക്രൈറ്റീരിയ പറഞ്ഞു തന്നു. നമ്മുടെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അവസാനം ആ സംവിധാനം ഉപയോഗിച്ച് തന്നെ ഞാൻ ICC ബാങ്കിന്റെ ലോൺ എടുത്തുകൊണ്ട് തന്നെ അപ്പൊ തന്നെ 20,000 അടച്ച് മാക്സ് ബാലൻസ് 180,000 ക്രെഡിറ്റ് സാർ അക്കൗണ്ട്സിൽ ഞാൻ ക്രെഡിറ്റ് ചെയ്തു. 180 തീർത്തു. അങ്ങനെ ഫുള്ളായിട്ട് തീർക്കുകയും ചെയ്തു. അത് ഒരു നവംബർ മാസത്തിലാണ്. അപ്പൊ സാറ് അപ്പൊ ഞാൻ എൻ്റെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് കാരണം സാറേ അടുത്ത ജനുവരി മാസം മതിയോ, അടുത്ത് തുടങ്ങുന്ന ബാച്ചിലോട്ട് മതിയോ എന്നൊക്കെ പറഞ്ഞു. സാർ നല്ല പിന്നെ ഇവിടെ ഇപ്പൊ തന്നെ ചേർന്ന് നല്ലതായിരിക്കും. അപ്പൊ അതെനിക്ക് വലിയ ഗുണമായി തീർന്നു. അത് ചേർന്നത് നല്ലതാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരു ദിവസം മുമ്പ് ചേരുക അത്രത്തോളം നല്ലതാണെന്ന് മനസ്സിലായി. അതായത് നമ്മുടെ ഒരു ലൈഫ് ലോങ് തീരുന്നു. ഒരു ദിവസം മുമ്പ് തന്നെ ചേരണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് ചേരാൻ പറ്റി. അതൊരു വലിയ ആഗ്രഹമായി, ഒരു വലിയൊരു ഗുണമായി, വലിയൊരു ബെനിഫിറ്റായി. അതെ അതെ, അതോടൊപ്പം തന്നെ സാർ നമ്മുടെ ഇതിലേക്ക് വന്നതിന് ശേഷം സാർ ഡിജിറ്റൽ ലീഡർഷിപ്പ്, അതായത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇൻസ്റ്റയിലും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൂടെ കുറച്ചുകൂടെ സെയിൽസ് ഒക്കെ വർദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഏകദേശം എത്രത്തോളം വ്യത്യാസം കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം ഒരു റവന്യൂ സൈഡിൽ സാറിന് എത്തിയിട്ടുണ്ടാവും? റവന്യൂ സൈഡിൽ നല്ല ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായി. മാത്രമേ എനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. കാരണം ഞങ്ങളുടെ ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഈ മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ ഒക്കെ സ്ട്രക്ചർ തന്നെ മാറും. അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് സ്ട്രക്ചർ തന്നെ കംപ്ലീറ്റ് മാറി. പണ്ടത്തെ LIC പോലും മാറില്ല. ഇപ്പൊ വലിയ എമൗണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല എമൗണ്ട് കമ്മീഷൻ രീതിയിലുള്ള ബിസിനസ്സിലോട്ട് ഇൻഷുറൻസ് ഫീൽഡ് മാറിക്കഴിഞ്ഞു. കാരണം ഇപ്പൊ സപ്പോസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞാൽ 3 yearsഉം 5 years ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന 3 yearsന്റെയും 5 yearsന്റെയും പോളിസി എടുക്കാൻ പറ്റുന്ന രീതിയിൽ മെഡിക്ലെയിം മാറി. മീൻസ് ഒരു 3 yearsന്റെ ഒരാൾ അടിക്കുകയാണെങ്കിൽ അയാൾക്ക് 1 ലക്ഷം രൂപയ്ക്കത്തൊക്കെ 1.5 ലക്ഷം രൂപയ്ക്കത്തൊക്കെ വരും. അപ്പൊ അവരുടെ കമ്മീഷൻ ഒരുമിച്ച് തന്നെ കിട്ടുന്ന രീതിയിലോട്ട് നമ്മുടെ ലൈഫ് മെഡിക്ലെയിം ഇൻഷുറൻസ് മാറി. 5 years എടുക്കാൻ പറ്റും. 5 വർഷം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 30,000 ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫാമിലി, ഒരു 45 year ഓൾഡുള്ള അവരുടെ വൈഫ് +2 കുട്ടികളെല്ലാം ചേർത്ത് ഒരു 30,000 35,000 അവരുടെ 3 വർഷത്തെ എമൗണ്ട് 1 ലക്ഷം ഓർഡർ. അപ്പൊ അത് ഒരുമിച്ച് എടുക്കാനും അവർക്ക് EMI ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല കമ്മീഷനും. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല എനിക്ക് കുറച്ച് ഇവിടെ മാത്രമല്ല എനിക്ക് കുറച്ച് NRIs കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് സാറിന്റെ ഹെൽപ്പോടെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത്. NRIs ആണ് ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിലെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നല്ല ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ തന്നെ മാറ്റം ഉണ്ടായി, കുറെ മാറ്റം ഉണ്ടായി. കാരണം നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ ഞാൻ കുറച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതാണ് ആ മാറ്റം വന്നെന്ന് തോന്നുന്നു. ഓക്കെ സാർ, ഇതിലേക്ക് വന്നപ്പോൾ സാർ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ റവന്യൂ സൈഡിലൊക്കെ ഒരു എമൗണ്ട് ഒക്കെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഏകദേശം എത്ര എമൗണ്ട്സിന് മുകളിൽ വരെയൊക്കെ സാറിന് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ 2.3 lakhs വന്നിട്ടുണ്ട്. എല്ലാം കൂടെ KSF, മെഡിക്ലെയിം, ലൈഫ് ഇൻഷുറൻസ്. ആൻഡ് ദെൻ മാർച്ചിലും വന്നിട്ടുണ്ട്. ഏപ്രിലും വരും. കാരണം ഏപ്രിലും കഴിഞ്ഞ മാസം ഇതിന്റെയൊക്കെ തുടങ്ങൽ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല അങ്ങനെയൊക്കെയുള്ള കുറെ ബെനിഫിറ്റ് വന്നു. മാത്രമല്ല ഞാൻ കുറെ വർഷമായിട്ട് ഞാനിവിടെ റെന്റഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ
ഒരു AC ഒക്കെ ചുമ്മാതെ. എന്നാലും നമ്മുടെ ഈ ക്യാൻസർ വന്നതിന് മാറ്റങ്ങളത്. ഫ്രിഡ്ജ് എടുത്തു, റെന്റഡ് വീടാണെങ്കിലും അതൊക്കെ എടുത്തു. അപ്പൊ ഫ്രിഡ്ജിന് വലിയ അങ്ങനെ കാര്യമൊന്നുമില്ല. പക്ഷെ മനസ്സിൽ തോന്നി അങ്ങനെയൊക്കെ ചെയ്യണം, കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ അതൊരു ബെനിഫിറ്റ് ആണ് എനിക്ക് സംബന്ധിച്ചത്. സാധനം ചീത്തയായിപ്പോണ്ടല്ലോ, റെന്റഡ് ആണെങ്കിലും നമുക്ക് ഇരിക്കുമല്ലോ ഇരുന്നാല്. അങ്ങനെ ഒന്നുമെല്ലാം ചെറിയ കാര്യമാണെങ്കിലും അതൊരു വലിയ മാറ്റമാണെന്ന് എനിക്ക്. അതെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ സാറിന്റെ ലൈഫിൽ ഒരു ചേഞ്ച് ഇതിലേക്ക് വന്നതിന് ശേഷം പല കാര്യത്തിലും അടുക്കും ചിട്ടയിലേക്ക് വരുന്നു, ഫോക്കസിലേക്ക് വരുന്നുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 2 lakhs മുകളിൽ ഇൻകം വരുന്നുണ്ട്. ശരിക്കും ഇതിന്റെയൊക്കെ ഒരു ഏറ്റവും റൂട്ട് എന്താണെന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റും സ്ട്രേഞ്ചർ സീക്രട്ട്. അത് എങ്ങനെയാ സാറിനെ ഹെൽപ്പ് ചെയ്തത് ഇതില് ഈ ഒരു ചേഞ്ച് ഞാൻ വരാൻ? എല്ലാ ദിവസവും എല്ലാ ദിവസവും നൈറ്റിംഗിളിന്റെ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു ഇതാണ്, അടുപ്പിച്ച് കേൾക്കാറുണ്ട്. അതിൽ പറയുന്ന എല്ലാം നമ്മുടെ തോട്ട്സ്, നമ്മുടെ വിചാരങ്ങളും എല്ലാം തന്നെ ആയിരിക്കും നമ്മളെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നത്. നമ്മൾ നല്ല തോട്ട്സുകൾ ഉണ്ടാക്കി എടുക്കുക, നല്ല ഡ്രീംസ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ അതിനകത്ത് ചില ഒരുപാട് കാര്യങ്ങൾ പറയും, എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോ ആ വ്യക്തി ഇങ്ങനെ ലോറി പോകുന്ന സമയത്ത് ആ ഒരു വ്യക്തിയിൽ നിന്ന് എങ്ങനെ ആ ചെറിയ ആളിൽ നിന്ന് അങ്ങനെ നിയന്ത്രിക്കുന്നു, അതൊരു വലിയ കാര്യമാണ്. ചെറിയ കാര്യം തോന്നുമെങ്കിലും ഒരു കഥയാണെങ്കിലും അതൊരു കഥയിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. ഒരാൾ തന്നെ നിയന്ത്രിക്കുന്നു, അയാൾക്ക് എന്ത് വേണമെങ്കിലും ആ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. പക്ഷെ അതെല്ലാം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് അതൊരു നിയന്ത്രണത്തിൽ വരുന്ന ഒരാളുടെ ചെറിയ ഒരു കുഞ്ഞാളുടെ നിയന്ത്രണത്തിൽ വരുന്നതല്ല. അതുകൊണ്ടൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ കുറെ ഐഡിയാസ് നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 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 കുറെ കാര്യങ്ങളാണ്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ച് സ്ട്രേഞ്ചർ സീക്രട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു വലിയ JCB ആണെങ്കിൽ അതിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരു ചെറിയ മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇത്രയും വലിയ ഒരു മിഷനെ റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ് സെറ്റും. നമ്മുടെ ഈ മൈൻഡ് സെറ്റിൽ നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുക. അപ്പോൾ അതിൽ വ്യത്യാസം വന്നതുകൊണ്ടാണ് കുറേ കാര്യങ്ങളിൽ വ്യത്യാസം വരാൻ കഴിഞ്ഞത്. സാറിന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി പേര് ഇപ്പോഴും മുന്നോട്ട് പോകണോ വേണ്ടിയോ ഇങ്ങനെ ഡൗട്ട്സിലൊക്കെ നിൽക്കുന്നവരുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഡയമണ്ട്സിന്റെ പ്രോഗ്രാംസിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നവരുണ്ടായിരിക്കാം. സ്ട്രേഞ്ചർ സീക്രട്ട് ഇടയ്ക്ക് 1-2 പ്രാവശ്യം കേട്ടു, പിന്നെ കേൾക്കാത്തവരുണ്ടായിരിക്കാം. ചിലപ്പോൾ വീക്ക്ലി മീറ്റിംഗ്സിൽ ഇടയ്ക്ക് വരും പോകും. അങ്ങനെ അല്ലാതെ എവിടെയൊക്കെയോ ഗ്യാപ്പുകളുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്ത് നിർദ്ദേശമായിരിക്കും സാറിന് ഷെയർ ചെയ്യാനായിട്ടുള്ളത്? ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ 60 വയസ്സായി, അതിനകത്തായി. അപ്പൊ ഇത്രയും കാലത്തിലേക്ക് ഞാൻ ഒരുപാട് ആൾക്കാരെ പല പല ബിസിനസ്സുകളും 21 വയസ്സിൽ ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഒരുപാട് തരികിടകളുണ്ട്, ഒരുപാട് തരികിട വെട്ടിപ്പും ഒക്കെ ആയിട്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ ഈ കൊല്ലത്തോട്ട് വരുന്നത്, ഇവിടെ വരേണ്ടി വന്നത്. 20-21 വയസ്സായ ബിസിനസ് തുടങ്ങിയെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സ് ആയിരുന്നു. വീട്ടിലൊക്കെ എല്ലാ സംവിധാനങ്ങളുണ്ട്, ഒരു പൈസ വീട്ടിൽ കൊടുക്കുക പോലും വേണ്ട. എങ്കിലും നമ്മുടെ ബിസിനസ്സിലെ ഒരുപാട് പാളിച്ചകൾ പറ്റി തകർന്നു പോയ പല പല സന്ദർഭങ്ങളും, പിടിച്ചു നിൽക്കാൻ ആളില്ല, അല്ലെങ്കിൽ പറഞ്ഞു തരാൻ ആരുമില്ല. അച്ഛനമ്മയ്ക്കൊക്കെ എപ്പോഴും ബിസിയാണ്. അവർക്ക് വീട്ടിലെ കാര്യങ്ങളും 4 മക്കളും അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഒരു എന്താ പറയുക, അങ്ങ് റൗണ്ടിങ് ആണ്, അങ്ങ് ഓട്ടമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ഒരു ബിസിനസ് എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റതായിട്ട്, കൊണ്ടുനടക്കാൻ നല്ല ഒരു ഉപദേശങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ കുറെ അസമാധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒന്നും നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ആ ബിസിനസ്സിന് ഒരുപാട് ഒരു ഒരു നമ്മുടെ ഒരു എന്താ പറയുക, ഒരു വലിയ ബോട്ട് പോലെ അല്ലെങ്കിൽ ഒരു വലിയ കപ്പൽ പോലെ ചെറിയൊരു മുട്ട വീണാൽ എങ്ങനെയാണ് അത് തകർന്നു പോകുന്നത്? അല്ലെ, ടൈറ്റാനിക്കെ പോയപ്പോൾ ചെറിയൊരു തട്ടലല്ലേ മുട്ടൽ, വലിയ മുട്ടലായാലും മതി, ഏതായാലും മുട്ടിപ്പോയാൽ പോവും. ചെറിയൊരു മുട്ട വീണാൽ മതി. ആ കപ്പൽ കുറെ കാര്യം കഴിയുമ്പോഴേക്കും കുറെ കഴിയുമ്പോഴത്തേക്ക് അത് മുങ്ങും എന്ന് പറയുന്നതൊക്കെ. എവിടെയൊക്കെ ഒരുപാട് താരങ്ങൾ വീണ്, അറിയാഞ്ഞോ അറിയാതെ ഒരുപാട് താരങ്ങൾ വീണ്. ആ താരങ്ങൾ അടയ്ക്കാനെന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ സമാധാനപ്പെടുത്തി അതൊന്നും ചെയ്യിപ്പിക്കാനോ ഒന്നും നമുക്ക് പോലും സമാധാനം ഇല്ലാത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. സമാധാനം ഇല്ലാത്ത അന്തരീക്ഷമാണെന്നൊന്നും മനുഷ്യനെ ഞാൻ. അതുകൊണ്ട് ഇതിനെ കൂടെയൊക്കെ ഈ ക്യാൻസർ കമ്മിറ്റി വന്നാൽ നിങ്ങൾക്ക് ആ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, എന്താ ചെയ്യണം എന്നുള്ള ഒരു പൂർണ്ണമായ രൂപരേഖ കിട്ടും. പിന്നെന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയാറ്, ഇന്നലെയും ഒരു മീറ്റിംഗ് പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ ഗുരു പറയാറുണ്ട്, നിങ്ങൾ എന്നെ വിട്ടാൽ ഞാൻ നിങ്ങളെ വിടത്തില്ലെന്ന് പറയും. ആ ഗുരുക്കന്മാർ അങ്ങനെയാണ്. എനിക്ക് സാറിന് ഗുരുതുല്യനായ മനുഷ്യനായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ സാറ് ഞങ്ങളെ സാറിനെ വിട്ടാൽ സാറ് ഞങ്ങൾ തിരിച്ചു എന്ന് പറയുന്നത്. ഗുരുക്കന്മാർ അങ്ങനെയാണ്, അയാളെ പോയി തിരിച്ചു എടുക്കും. ഗുരുക്കന്മാരുടെ കാര്യം പറയുമ്പോൾ ഒരിക്കലും ഒരു ഗുരുവിന്റെ അടുത്ത് വരുക എന്ന് പറയുന്നത് അങ്ങനെ വരാൻ പറ്റില്ല. ഗുരുക്കന്മാർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. നമുക്ക് സാറിനെ ഞങ്ങളെയൊക്കെ സാറ് കണ്ടെത്തിയെന്ന് ഞാൻ പറയത്തുള്ളൂ. അതാ ഞാൻ വന്നതായിരുന്നു എന്റെ കഴിവാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം അതൊരു ദൈവികതയാണ്. ഈ ക്യാൻസർ വരിക എന്ന് പറഞ്ഞാൽ ദൈവികതയാണ്. അതിനകത്ത് പിടിച്ചു നിൽക്കുക, അതിനകത്ത് കേൾക്കുക, ആ മീറ്റിംഗ് കേൾക്കുക. കുറെ കാലം കേൾക്കുമ്പോൾ തന്നെ സാറിന്റെ രൂപരേഖകളുടെ കുറെ സംസാരം നമുക്ക് ഇങ്ങനെ ഫ്ലുവൻസിയായിട്ട് സംസാരിക്കും. ഞാനും കുറെ ഞാൻ കേൾക്കുന്നില്ല സാർ, ഞാൻ സംസാരിക്കുന്നുണ്ട്, അടുക്കിച്ചിട്ടില്ലാതെ പോകും അല്ലേ. അപ്പൊ ഈ ഒരു അടുക്കിച്ചിട്ടും കൂടെ ഒന്ന് സാറിന്റെ ഈ ഒരു ക്യാൻസർ വന്നാൽ വരുന്നവര് എന്തായാലും ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയും. 100% ഭാഗ്യവാന്മാരായിരിക്കും ഈ ക്യാൻസർ.
അതിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഇന്നലെ തന്നെ 4 പേരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരെന്ന് പറയുന്നത് സാറിന്റെ ഒക്കെ പേഴ്സ് ആണ്, സാറിന്റെ രത്നങ്ങളാണ് അവര്. ആ 4 പേരുടെ സംസാരത്തിൽ അവരൊക്കെ ഇരുത്തം വന്നവരാണ്. സച്ചിനായാലും നമ്മുടെ ചിത്ര മാം ആയാലും കല്യാൺജി ആയാലും റീത മാം ആയാലും ഇവരൊക്കെ ഇരുത്തം വന്ന ആൾക്കാരാണ്. വലിയ പ്രായമൊന്നുമില്ല, നമ്മുടെയൊക്കെ പകുതി പ്രായങ്ങളോ കുറച്ചൊക്കെ ഉള്ളൂ, അതിൽ കുറച്ചുകൂടെ ഒക്കെ ഉള്ളൂ. കല്യാൺജിക്ക് മാത്രമേ വിളിച്ചില്ലെങ്കിൽ ഏജുള്ളൂ, ബാക്കിയൊക്കെ യങ്സ്റ്റേഴ്സ് ആണ്. ഇവരൊക്കെ അവരുടെയൊക്കെ സംസാര രീതികളും അവരുടെ ഇവരെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞ ഇഫ് യു ഹാവ് ബേണിംഗ് ഡിസയർ ദ നേച്ചർ കൺസ്പിറേറ്റ്സ് ഹെൽപ്പ് ടു അച്ചീവ് ദാറ്റ് എന്ന് പറയുന്നത്. അവിടെ ഇവരുടെ 4 പേരുടെയും ആ ജീവിതത്തിലെ ആ ബ്രസീലിയൻ കവിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക്ഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്രത്തോളം പവർഫുൾ ആണ് അവരെല്ലാം, അത്രത്തോളം കാര്യങ്ങൾ നേടാൻ കഴിയുന്നവരാണ്. അതിന് അത്രത്തോളം പറഞ്ഞു കൊടുക്കുക. ഒരു ടീച്ചർ എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അവർ ലൈഫിലൊരു ഇത്രയായെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. ഇതിനൊക്കെ എല്ലാവരും ടീച്ചർമാരാവട്ടെ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തെ, എല്ലാവരും ആ രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. വരാത്തവര് ഒന്നും പറയുന്നില്ല, അവർക്ക് ഒരു സമയം വന്നു, അത്രേ പറയാൻ പറ്റും. ഒരു സമയമാണ്, ഒരു സമയം, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നതൊക്കെ. ആ സമയമാകുമ്പോൾ അവരെത്തിക്കോളൂ എന്നേ എനിക്ക് പറയാൻ പറ്റും. അവർ വന്നാൽ ഒരു ഭാഗ്യം. യെസ്, വളരെ സന്തോഷം സാർ, ഇത്രയും നേരം നമ്മൾ ഒരുമിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഇനിയുള്ള യാത്രയിൽ കൂടുതൽ അച്ചീവ്മെന്റ്സിലേക്ക് സാറിന് പോകാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ഹോളോ ഫ്രെയിംസുകൾ ചെയ്യണം. ആ സമയത്ത് കുറച്ചുകൂടെ നമ്മൾ ഓട്ടോമേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ടും, ഈ നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച പോലെ ഒത്തിരി തിരക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി വളരെ കുറച്ച് സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട്, എന്നാൽ നമ്മൾ ഇരിക്കുന്ന റൂമിൽ ഇരുന്നുകൊണ്ട് ഒത്തിരി ആൾക്കാരെ സഹായിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. വളരെ സന്തോഷം ഇത്രയും സമയം നമ്മുടെ ഒരു ഹോളോ ഫ്രെയിമിലേക്ക് ഒരുമിച്ചിരുന്നില്ല. സാർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് വൈൻഡപ്പിലേക്ക് പോവാം. ഞാൻ ഒന്നുമില്ല, ഇത് കുറച്ച് കുട്ടികളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാൻ, പക്ഷെ എന്ത് പറയാൻ, ഞാൻ പറഞ്ഞ ഈ വർഷം തന്നെ എനിക്ക് ഒരുപാട് നല്ലൊരു അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണം. ഓഫീസിലൊക്കെ നല്ലൊരു അച്ചീവ്മെന്റ്സ് ഈ വർഷം ഉണ്ടാക്കണം. സ്റ്റാർഗത്ത് ആയാലും SBI ലൈഫിന്റെ ആയാലും എല്ലാ മേഖലകളിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. മാത്രം ഒരുപാട് പേര് സഹായിക്കാനുണ്ട് നമുക്ക് എല്ലാവർക്കും. ഇപ്പൊ നമ്മൾ ഇന്നലെ തന്നെ വിഷു വന്നാലും എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട്, എത്രയോ പേര് പൈസ ഒന്നും കഴിക്കാതെ ജീവിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് പറ്റുന്നവരെ വിഷുവില അങ്ങനെയുള്ള ഓണത്തിനൊക്കെ സഹായിക്കാൻ പറ്റുമെന്നില്ല. അതെ സാർ, ഇപ്പോൾ ഗോൾഡ് ബുക്ക് എഴുതുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേരെ സഹായിക്കാനായിട്ട് കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. വളരെ സന്തോഷം സാർ. നമുക്ക് ഈ ഒരു മീറ്റിംഗ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള ഹോളോ ഫ്രെയിമിൽ വീണ്ടും കണക്ട് ചെയ്യാം. താങ്ക് യു. Thank you, sir.